പാനിപ്പൂരി കഴിക്കണം എന്നുള്ള പൂതിയിൽ ഞാൻ ടൗണിൽ പോകാൻ ഇറങ്ങിയതാണ്. ഇവരോടെല്ലാം വരുന്നു എന്ന് ചോദിച്ചപ്പോൾ എല്ലാവരും റെഡി. അങ്ങനെ നമ്മൾ കോളേജ് ബസ്സിൽ തന്നെ നേരെ പാനിപ്പൂരി കഴിക്കാൻ പോകാമെന്ന് പ്ലാൻ ഇട്ടു. അങ്ങനെ നമ്മൾ കോളേജ് ബസ്സിൽ തന്നെ പോകാമെന്ന് വിചാരിച്ചു. നമ്മൾ അതിന് പോയാൽ കോളേജ് ബസ് ജ്യോതി വരെ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ലോക്കൽ ബസ് പിടിക്കണം. അപ്പോൾ ഒരു യൂണിവേഴ്സിറ്റി മെഡിക്കൽ കോളേജൊക്കെ കഴിഞ്ഞാൽ പിന്നെ ബസ് കാലിയാണ്. അങ്ങനെ നമ്മൾ ഓരോന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റമൊക്കെ പറിച്ച് ഒരാളെ കുറ്റം പറഞ്ഞപ്പോൾ ഇല്ല തിരിഞ്ഞു നോട്ടായിരുന്നു ഇത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മളെത്തി. എപ്പോൾ ഈ വഴി വന്നാലും ഇവിടെ നല്ല മണം ഉണ്ടാവും. ആരെങ്കിലും ഇവിടെ നിന്ന് ചിപ്സ് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയണേ, എനിക്ക് വാങ്ങിക്കാനാണ്. അങ്ങനെ നമ്മൾ അടുത്ത ബസ് കയറി, ലോക്കൽ ബസ് കയറി. ഇനി നമ്മൾ നേരെ സ്റ്റേറ്റ് ബാങ്കിൽ ഇറങ്ങി ഫോറത്തിൽ പോകാനാണ് പ്ലാൻ. അവിടുത്തെ പാനിപ്പൂരിയാണ് എനിക്ക് കഴിക്കേണ്ടത്. പക്ഷേ ഇപ്പം ഇതല്ല, അതിനപ്പുറത്തെ ഒരു ചായക്കടയുണ്ട്, ചായ ടൈം. അവിടെ ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചു. എപ്പോഴും നല്ല തിരക്കാന്ന് കേട്ടിട്ടുണ്ട്. എന്തോ സാധനം എടുക്കാൻ വെച്ച പോലെ ഷുഹൈല കുറേ സ്ഥലത്ത് പോയി ഫുഡ് കഴിക്കണം എന്നെല്ലാം പ്ലാൻ ഇട്ടാലും ഒന്നും നടക്കൂല. അങ്ങനെ എന്നാൽ പിന്നെ ഒരു സ്ഥലം തീരുമാനിച്ചിട്ട് അതിൻ്റെ അടുത്ത് എന്തെല്ലാം ഉണ്ട് ആടെന്നെല്ലാം കഴിക്കാമെന്നുള്ള പ്ലാനിലായി നമ്മൾ. അങ്ങനെ ഇവിടെ വന്നിട്ട് കുറേ കടികൾ നിരത്തിയിട്ട് കണ്ടിട്ട് നമ്മളെ നാട്ടിലെ MR എല്ലാം കണ്ടിട്ട് ഈ MR കടികൾ കഴിച്ച് തീരലില്ല. പക്ഷെ എന്നാലും ഇവിടുത്തെ നല്ല ഉണ്ടായിരുന്നു കേട്ടോ ഓരോ സാധനങ്ങളൊക്കെ. അപ്പോഴാണ് ഈ പൂച്ചസാറിനെ കണ്ടത്. അങ്ങനെ നമ്മൾ നേരെ പോയി ഫോറത്തിലേക്ക്. സ്റ്റുഡിയോവും അങ്ങനെ എല്ലാം കൂടി കവർ ചെയ്യാമെന്നായിരുന്നു പ്ലാൻ. പക്ഷേ ഒന്നും നടന്നില്ല. പക്ഷേ ഇവിടെ ഈ സ്റ്റോറി കയറിയാൽ പിന്നെ എനിക്ക് പ്രാന്തളകും. എന്തെല്ലോ സാധനം വാങ്ങിച്ചു കൂട്ടണം തോന്നും. കുറേ ബുക്കും അങ്ങനെ കുറേ വാങ്ങിച്ചു കൂട്ടിയിട്ടുണ്ട്. എന്നാലും ഞാൻ ഇവിടത്തേക്ക് കയറും. എന്തൊക്കെയോ ചെറിയ ഭയങ്കര ക്യൂട്ട് സാധനങ്ങൾ കാണുമ്പോൾ എനിക്കൊരു പ്രാന്താണ്. പിന്നെ വാഷ്റൂം, അവിടെ പോയി ഒരു മിറർ സെൽഫി നിർബന്ധമാണ്. അപ്പോഴാണ് ഷുഹൈലൊക്കെ ഒരു ഐസ്ക്രീം തിന്നാണെന്ന് തോന്നിയത്. അങ്ങനെ ഐസ്ക്രീമൊക്കെ വാങ്ങിച്ച്, ഞാനൊരു ചോക്ലേറ്റ് ഐസ്ക്രീം വാങ്ങിച്ചു. നമ്മളത് കഴിച്ച് നടന്നു. പിന്നെ ഇനിയാണ് നമ്മുടെ മെയിൻ സ്ഥലത്തേക്ക് പോകുന്നത്. അവിടെ പാനിപ്പൂരി ഉണ്ട് അതിൻ്റെ ഫ്രണ്ടിൽ. അതാണ് എൻ്റെ മെയിൻ സ്ഥലം. എപ്പോഴും ഈ തിരക്കായിരിക്കും. ഇത് ഞാൻ 3 വർഷമായിട്ട് കാണുന്ന തിരക്കാണ്. ഇതേപോലെ ഉണ്ടാവും. എനിക്ക് ഇവിടുത്തെ ഭയങ്കര ടേസ്റ്റാണ്. ലൈക്ക് ഇതിൻ്റെ ഉള്ളിലെ ഫില്ലിങ്സ് എനിക്ക് തോന്നുന്നു വെള്ളക്കടല അരച്ചതാണെന്ന് തോന്നുന്നത്. നല്ല ടേസ്റ്റാണ്. എനിക്ക് പൊട്ടറ്റോനേക്കാൾ ഇഷ്ടം ഇതാണ്. അങ്ങനെ ഞാൻ കഴിച്ചു. എൻ്റെ കൂടെ ഫസ്റ്റ് റൗണ്ടിൽ എല്ലാവരും ഉണ്ടായിരുന്നു. പക്ഷേ സെക്കൻഡ് റൗണ്ടും തേർഡ് റൗണ്ടും പോയി. എൻ്റെ കൂടെ ഉണ്ടായ തന്നെയാണ് എന്നെ ഇവിടെ കൊണ്ടാത്തിട്ട് തിന്നാൻ പഠിപ്പിച്ചത്. അങ്ങനെ ഞാനിപ്പം എനിക്ക് റെസിസ്റ്റൻസ് വന്നു. എനിക്കിപ്പോൾ 2 എണ്ണം ഒന്നും പോരാ, 3 എണ്ണം മിനിമം വേണം. പിന്നെയും കഴിയുമെങ്കിൽ ഞാൻ കുറച്ചുകൂടി കഴിക്കും. അങ്ങനെ കഴിച്ച് ഇവരെന്നെ ഇരുന്ന് കുറ്റം പറയുന്നതാണ്. എന്നെന്തോ പറഞ്ഞിനി. അങ്ങനെ ഞാൻ ഫോൺ ചോദിക്കുകയാണ് പേ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവർ ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഇരുന്ന് ഫോട്ടോ എടുക്കുമായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് എനിക്ക് സംതൃപ്തിയായി. ഇനി കുറച്ച് കാലത്തേക്ക് മതി, അത്രയും ഞാൻ കഴിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ നേരെ ഇനി സ്റ്റേറ്റ് ബാങ്ക് പോയി അവിടെ ബസ് സ്റ്റാൻഡിൽ നിന്ന് ബസ് പിടിച്ചിട്ട് വേണം ഇനി നമുക്ക് കോളേജിലേക്ക് പോകാൻ, അവിടെ ഹോസ്റ്റലിലേക്ക് പോകാൻ. അങ്ങനെ പോയി നമ്മൾ പോവാണ്. പിന്നെ ഇതാണ് ഞാൻ വാങ്ങിച്ച ഡൊണാറ്റിൻ്റെ ബുക്ക്. എനിക്കിങ്ങനെ കുറേ നോട്ട്ബുക്ക്സ് വാങ്ങിച്ചു കൂട്ടാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യണം. ഇനിയും ഇങ്ങനത്തെ വീഡിയോസ് വേണമെങ്കിലും കമൻറ്റ് ചെയ്യണം. ഞാൻ ഇനിയും എൻ്റെ പൊട്ടത്തരങ്ങൾ ഇടുന്നതാണ്. അപ്പം കാണാം.